ഹലോ, ഈ വീഡിയോയിൽ ഞാൻ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലെ 2 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് ഓർ പാർട്ട് ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട്. നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളത് ഇതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇത് ചെയ്യുക. അതിൻ്റെ ഓർ പാർട്ട് എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്യണത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഈസി, അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം dy/dx കണ്ടുപിടിക്കുക എന്നാണ് അവർ ആ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 റേസ് ടു 10 ഇൻറ്റു സീക്ക് 5x എന്ന് പറഞ്ഞാൽ ഇത് ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെയും പ്രോഡക്റ്റാണ്. അപ്പോൾ നമ്മൾ ഏതാ പ്രോഡക്റ്റ് റൂളാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ പ്രോഡക്റ്റ് റൂൾ നമുക്കറിയാം. dy/dx എന്താണ് പ്രോഡക്റ്റ് റൂൾ? ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാണ്? എക്സ് സ്ക്വയർ പ്ലസ് 1 ടു ദി പവർ ഓഫ് 10 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ സെക്കൻഡ് ഫംഗ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ d/dx ഓഫ് സീക്ക് 5x അതിൻ്റെ ഡെറിവേറ്റീവ്, അതിനാണ് d/dx എന്ന് പറയുന്നത്. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ സീക്ക് 5x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ടു ദി പവർ ഓഫ് 10. ഇതാണ് പ്രോഡക്റ്റ് ഫോർമുല. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാണ് അറിയേണ്ടത്. ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ അങ്ങനെ തന്നെ എഴുതിയാൽ മതി, അതുകൊണ്ട് അത് നമുക്കൊന്നും ചെയ്യാനില്ല. ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അപ്പോൾ d/dx ഓഫ് സീക്ക് 5x നമുക്ക് ഇവിടെ ചെയ്യാം. d/dx ഓഫ് സീക്ക് 5x. ഇപ്പോൾ സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ് ആണ്. d/dx ഓഫ് സീക്ക് എക്സ് ഈക്വൽ ടു സീക്ക് എക്സ് ടാൻ എക്സ്. ഇവിടെ സീക്ക് 5x ആണ്. അപ്പം അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ സീക്ക് 5x ടാൻ 5x ഇനി ഇൻറ്റു 5ഉം കൂടി ചെയ്യണം നമ്മൾ. കാരണം വെച്ചാൽ നമുക്ക് ഇവിടെ സീക്ക് 5x എന്ന് പറയുമ്പോൾ ഇത് സീക്ക് ഓഫ് 5x ആണ്. അപ്പോൾ സീക്കിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള ഫംഗ്ഷൻ 5x ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. 5xൻ്റെ ഡെറിവേറ്റീവ് 5 ആണ്. അപ്പോൾ അത് ആണ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സീക്ക് എക്സ് മാത്രമാണെങ്കിൽ ഇതാണ് ഡെറിവേറ്റീവ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സീക്കിൻ്റെ ഡെറിവേറ്റീവ് സ്ലോപ്പാണ് സീക്ക് എക്സ് ടാൻ എക്സ്. എന്നിട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആയതുകൊണ്ടാണ് പിന്നെ നമുക്കൊന്നും ഇവിടെ ഇല്ലാത്തത്. പക്ഷെ ഇവിടെ സീക്ക് 5x ആണുള്ളത്. അപ്പോൾ നമ്മൾ സീക്ക് 5x ടാൻ എക്സ് പറയുമ്പോൾ സീക്കിൻ്റെ ഡെറിവേറ്റീവ് ആണ്. അത് കഴിഞ്ഞിട്ട് ഈ 5xൻ്റെ ഡെറിവേറ്റീവും കൂടി ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇത് കിട്ടി. അതുപോലെ ഇതും ചെയ്യണം. ഇതെന്താണ്? d/dx ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ടു ദ പവർ ഓഫ് 10. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള d/dx ഓഫ് എക്സ് റൈസ് ടു n ഇസ് ഈക്വൽ ടു nx റൈസ് ടു n മൈനസ് 1 എന്നുള്ള ഫോർമുല ഉപയോഗിച്ച് ഇവിടെ എക്സിന് പകരം എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്, എന്നിന് പകരം 10 ആണ്. അപ്പോൾ നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്താൽ 10 ഇൻറ്റു എക്സിന് പകരം എക്സ് സ്ക്വയർ പ്ലസ് 1 ടു ദി പവർ ഓഫ് 10 മൈനസ് 1 പറഞ്ഞാൽ 9 ആണ്. ഇനി നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എക്സ് സ്ക്വയർ പ്ലസ് 1 ഉണ്ട്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ്. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ 2x പ്ലസ് 0 2x ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവും കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ഒറിജിനൽ ആൻസറിൻ്റെ അതിലോട്ട് dy/dx എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 1 ടു ദ പവർ ഓഫ് 10. d/dx ഓഫ് സീക്ക് 5x നമ്മൾ കണ്ടുപിടിച്ചു. അതായതാണ് 5 ഇൻറ്റു സീക്ക് 5x ടാൻ എക്സ് പ്ലസ് സീക്ക് 5x ഇൻറ്റു d/dx ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ടു ദ പവർ ഓഫ് 10 നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. 10 ടൈംസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ടു ദ പവർ ഓഫ് 9 ഇൻറ്റു 2x. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ഇവിടെ 10 ഇൻറ്റു ഒക്കെ മൾട്ടിപ്ലൈ ചെയ്ത് 20 എന്ന് എഴുതാം. പക്ഷേ അറ്റ്ലീസ്റ്റ് ഇവിടം വരെയെങ്കിലും ചെയ്യണം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. പിന്നെ ഫർദർ ചെയ്യാനുള്ളത് സിംപ്ലിഫിക്കേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ.
ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ഇത് 4 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് 3 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, y is equal to sin log x divided by x ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കോഷ്യൻ്റ് ആണ്, ഇവിടെ ഒരു യുവും ഒരു വിയും ഉണ്ട്. അപ്പോൾ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. dy/dx എന്താണ് കോഷ്യൻ റൂൾ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ സൈൻ ലോഗ് എക്സ് മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എക്സിൻ്റെ ഡെറിവേറ്റീവ്. അത് ഞാൻ ഇനി ഇവിടെ dy/dx എഴുതല്ല, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണെന്ന് നമുക്കറിയാം, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ എക്സ് സ്ക്വയർ. അപ്പോൾ നമുക്കിപ്പോൾ കണ്ടുപിടിക്കുന്നത് ഇതാണ് dy/dx ഓഫ് സൈൻ ലോഗ് എക്സ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. dy/dx ഓഫ് സൈൻ ലോഗ് എക്സ്. അപ്പോൾ ഇത് ഫസ്റ്റ് വരുന്ന ഫംഗ്ഷൻ സൈൻ ആണ്. സൈനിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് ആണ്. അപ്പോൾ കോസ് ലോഗ് എക്സ്. ഇനി ബ്രാക്കറ്റിൻ്റെ അകത്ത് നോക്കാം, ലോഗ് എക്സ്, ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഡെറിവേറ്റീവ്. അപ്പോൾ ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ dy/dx is equal to x into dy/dx of sin log x cos log x into 1/x minus sin log x divided by x square. ഇതിൻ്റെ സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ എക്സും ഈ എക്സും ക്യാൻസൽ ചെയ്യാൻ പറ്റും. ബാക്കി നമുക്ക് കിട്ടാൻ പോകുന്നത് കോസ് ലോഗ് എക്സ് മൈനസ് സൈൻ ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. അതാണ് ഫസ്റ്റ് പാർട്ട്. ഇനി ഓർ പാർട്ട് ഉണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം.